നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പഞ്ചാബിൽ ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി ഒരു നീക്കുപോക്കിന് സാധ്യതയുണ്ടോ എന്ന് തിരക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് ആ പ്രലോഭനങ്ങളിൽ ഒന്നും തന്നെ വീഴാൻ പോകുന്നില്ല. പഞ്ചാബിൽ കോൺഗ്രസിനെ തകർക്കാൻ മുൻകൈയെടുത്തത് ആം ആദ്മി പാർട്ടിയാണ്. ഗുജറാത്തിലും കോൺഗ്രസിനെ തകർക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. BJPയുടെ ബി ടീമായി തന്നെയാണ് അവർ പലയിടത്തും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കെജ്രിവാളും മനീഷ് സിസോദിയും വെറുതെ ഒരു ജോലിയുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം, അതായത് ആകെ നിരാശവാന്മാരായി നിൽക്കുന്നത് കാരണം അവർക്ക് എന്തെങ്കിലും ഒരു സ്പേസ് ഉണ്ടോ എന്ന് തപ്പുകയാണ്. നിലവിൽ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്നോ MP മാരെ ജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല രാജ്യസഭയിലേക്ക്. പഞ്ചാബിൽ മാത്രമാണ് അതിന് ഒരു സാധ്യത മാത്രമുള്ളത്. അവിടെ നിന്നാണെങ്കിൽ രാഘവ് ചന്ദ ആം ആദ്മി ടിക്കറ്റിൽ നേടിയെടുത്തെങ്കിലും പിന്നീട് BJPയുമായി അടുക്കുകയും BJPയുടെ അച്ചാരം വാങ്ങി BJPയിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി അവരിൽ കാണുന്ന ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്. BJPയുടെ ബി ടീമായി ആം ആദ്മി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ഇതിലും വലിയ തെളിവുണ്ടോ എന്ന് കൃത്യമായി കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. അജയ് മാക്കാനും അൽക്ക ലാംബയും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള പല നേതാക്കളും ഇതുതന്നെയാണ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ആദ്യമായി കെജ്രിവാൾ ഡൽഹിയിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ ശ്രമിച്ചപ്പോൾ, അന്ന് 2013 ഡിസംബറിൽ അന്ന് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 31 സീറ്റ് BJPക്കും 8 സീറ്റ് കോൺഗ്രസിനും 28 സീറ്റ് ആം ആദ്മി പാർട്ടിക്കുമായിരുന്നു. അന്ന് ആ 8 സീറ്റ് കോൺഗ്രസ് ഉള്ളത് അരവിന്ദ് സിംഗ് ലൗലി അന്ന് പിന്തുണച്ചത് കൊണ്ടാണ് അവിടെ കോൺഗ്രസ് പിന്തുണയോടെ മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. എന്നാൽ അത് 49 ദിവസം മാത്രമേ നീണ്ടു നിൽക്കുന്ന അവസ്ഥയുണ്ടായുള്ളൂ. അതിനു മുമ്പ് വലിയ തോതിൽ കോൺഗ്രസിനെ ചൊറിയാൻ ചെല്ലുകയും കോൺഗ്രസിൻ്റെ അഴിമതി കാരണമാണ് തങ്ങൾക്ക് സ്വതന്ത്രമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തത് എന്നൊക്കെ പറഞ്ഞ് കാടടച്ച് വെടിവെക്കുന്ന സമീപനമാണ് എടുത്തത്. ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ എന്ന ലേബലുമായാണ് കെജ്രിവാളും അദ്ദേഹത്തിൻ്റെ സംഘവും ആകെ പൊളിഞ്ഞു നാറിയിരിക്കുന്നത്. ഗുജറാത്തിലും ആം ആദ്മിയുടെ കാര്യം വ്യത്യസ്തമല്ല. BJPക്ക് വേണ്ടി കഴിഞ്ഞ തവണ പണിയെടുത്തതുപോലെ ഇത്തവണ വലിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് മുൻകൂറായി തന്നെ പറയുന്നുണ്ട്. കാരണം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സൂററ്റിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ആധിപത്യം ഇനി ആവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഏതാനും പ്രാദേശിക വാർഡുകളിൽ നടന്ന തെരഞ്ഞെടുപ്പോടുകൂടി വ്യക്തമായതാണ്. ഉപതെരഞ്ഞെടുപ്പുകളിലും ആം ആദ്മി പാർട്ടിക്ക് വേണ്ടത്ര സ്വീകാര്യത കിട്ടുന്നില്ല എന്നുള്ളതും ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി പിൻവാങ്ങാനുള്ള കാരണമായി കരുതുന്നുണ്ട്. ഏതായാലും ദേശീയ തലത്തിൽ ദേശീയ പാർട്ടി പദവി നേടിയെടുത്ത ആം ആദ്മി പാർട്ടി അത് സ്വയം തകർത്തെറിഞ്ഞ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിനെ ഒപ്പം നിന്ന് സഹായങ്ങൾ മുഴുവൻ വാങ്ങി അള്ളുവെക്കാം എന്നുള്ള പദ്ധതി കോൺഗ്രസ് നേതൃത്വം അനുവദിക്കുന്നുമില്ല.